Put the volume.
Luke 18, verse 21. All this I have kept since I was a boy, he said. മലയാളത്തിൽ പറഞ്ഞ ഇതൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ കാത്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ കാത്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെയും ഞാൻ ചെറുപ്പം മുതലേ കാത്തുകൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ ഈ പറയുന്ന ആൾ ചെറുപ്പമല്ല, ഇത്രയും പ്രായമൊക്കെ ചെന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ നാവിന്ന് വരുന്ന ഒരു കാര്യമാണ്, ഞാനിത് കൊച്ചിലെ മുതലേ ഇതെല്ലാം സൂക്ഷിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. നമ്മൾ ദിനം പ്രതി വയസ്സ് കൂടിക്കൊണ്ട് വന്നാലും ശരി തന്നെ ആത്മീയ കാര്യത്തിൽ വരാൻ നേരത്ത് നമ്മൾ പറയും, ഓ ഇത് ഞങ്ങൾ ജനിച്ച മുതലേ കർത്താവിനെ അറിയാം, വചനങ്ങളും അറിയാം, പുസ്തകം 15 പ്രാവശ്യം ഫുള്ളായിട്ട് വായിച്ചു, വചനം എവിടെ ചോദിച്ചാലും ഞങ്ങൾ എടുത്തു തരും, അത്ര തറവാണ് വചനം. ആ വചനം നിങ്ങൾ അനുസരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്തോ, ചെറുപ്പം മുതലേ ഞാനിതൊക്കെ അനുസരിക്കുന്നു. അപ്പോൾ ഇവിടെയും ഈ മുതിർന്ന എത്രയോ വർഷത്തിന് മുമ്പ് എഴുതി വച്ച ഈ ബൈബിളിൽ അന്ന് പറഞ്ഞ മാറ്റങ്ങളൊന്നുമില്ല. ഇപ്പോഴും അത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മുടെ അടുത്ത് ചോദിച്ചാലും 100 വയസ്സുള്ള ഒരാളുടെ അടുത്ത് ചോദിച്ചാലും ശരി തന്നെ, അവരെല്ലാം സഭായോഗം തുടങ്ങുന്നതിന് മുമ്പേ പോയിരിക്കുന്നവരും, ഉപവാസം ഉണ്ടെങ്കിൽ എല്ലാ ഉപവാസ പ്രാർത്ഥനയ്ക്കും പോയി ഉപവസിച്ചിരിക്കുന്നവരും എല്ലാം ആണ്. പക്ഷെ അവരുടെ അടുത്ത് ചോദിച്ചാലും പറയും, ഇതെല്ലാം ഞാൻ ചെറുപ്പം മുതലേ കാത്തുകൊള്ളുന്നു. അവിടെ തന്നെ വീണ്ടും കള്ളത്തനമാണ് പറയുന്നത്, പ്രവർത്തിക്കത്തുമില്ല. ദൈവം ചോദിക്കുമ്പോൾ, യേശു ചോദിക്കുമ്പോൾ യേശുവിൻ്റെ ഫ്രണ്ടിൽ തന്നെ കള്ളത്തനം പറയുന്നതാണ്. നമ്മൾ യേശുവിൻ്റെ ഫ്രണ്ടിലേക്ക് യേശു എന്നെ ചോദിക്കുമ്പോൾ നേരെ ചെവയെ അറിഞ്ഞോടാത്തവർ, എന്നിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്, രണ്ടാം വരവിന് വേണ്ടി കാത്തിരിക്കുന്നു. കർത്താവ് വരുമ്പോൾ നമ്മൾ പോവുക, രണ്ടാം വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക. രണ്ടാം വരവിന് കർത്താവിൻ്റെ കൂടെ പോകാൻ വേണ്ടി കാത്തിരിക്കുന്നവരുടെ ഒരു കൂട്ടമാണ്. ഇവരെ കാത്തിരിക്കും, കർത്താവ് വരെയും ചെയ്യും, പോവുകയും ചെയ്യും, എടുക്കേണ്ടവരെ എടുക്കുകയും ചെയ്യും, പിന്നെയും കാത്തോണ്ടിരുന്നുണ്ട്. പിന്നെ അപ്പോൾ ഒരു പുതിയ നിയമങ്ങളൊക്കെ ഇവർ ക്രിയേറ്റ് ചെയ്യും. കർത്താവ് വന്നിട്ടില്ല, ഇനിയും വരും. അങ്ങനെ ജനത്തിനെ പറ്റിക്കാൻ വേണ്ടി ഉള്ള ഒരു കൂട്ടം അന്നുമുണ്ട്, ഇന്നുമുണ്ട്, ഇപ്പോഴുമുണ്ട്. അപ്പോൾ ഇത് എന്തിനാണ് ഇത് പറഞ്ഞത്, എപ്പോഴാണ് പറഞ്ഞത്? ഞാൻ ഒരു പൈതലായിരുന്ന സമയം മുതലേ ഇത് കാത്തുകൊള്ളുന്നു എന്ന് വെച്ചാൽ അത്രമാത്രം സൂക്ഷിച്ച് അതിനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ വചനം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. അതിൻ്റെ അർത്ഥം അറിയേണ്ട രീതിയിൽ അർത്ഥം മനസ്സിലാക്കുകയും വേണം. അതിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കുന്നതാണ് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. വചനം ചുമ്മാ വായിച്ചിട്ട് നമ്മുടെ തോന്നിയവാസം അനുസരിച്ച് അതിനെ വ്യാഖ്യാനിച്ച് കൊണ്ട് മുമ്പോട്ട് പോയാൽ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നതല്ല. കർത്താവ് എന്താണ് ആ വചനത്തിൽ, ആ സാഹചര്യത്തിൽ എന്താ പറഞ്ഞു തന്നത്, അത് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ആഴങ്ങളിൽ ഇറങ്ങിക്കൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥയുമായിട്ട് ഇപ്പം നമുക്ക് വേണ്ടിയുള്ള ദൂത് എന്താണ് ഇതിൽ കൂടെ സംസാരിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ കൂടെ വേണം നമ്മൾ മുമ്പോട്ട് സ്റ്റെപ്പ് എടുക്കേണ്ടത്. പക്ഷേ നമ്മൾ പറയുന്നത് എന്താണ്, ഓ ഇത് പണ്ട് മുതലേ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ പറയുന്നതിന് ഒരു നാണവും ഇല്ല, ഒരു കള്ളമാണ് പറയുന്നതെന്ന് ഒരു തോന്നൽ പോലുമില്ല. എന്തോ നമ്മുടെ നാവ് തുറന്നാൽ കംപ്ലീറ്റ് സത്യമേ പറയുള്ളൂ എന്ന പാപമാണ്. അപ്പം നമുക്കതിൻ്റെ 18-ാമത്തെ വാക്യം മുതൽ വായിക്കാം. ഈ പറഞ്ഞ ആളാരാണെന്നറിയാം, പ്രമാണി. അപ്പോൾ പ്രമാണി എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള ഒരു കൂട്ടത്തിൻ്റെ ഇടയിൽ അവരിലെ മെയിൻ ഒരാളിനെയാണ് പ്രമാണി എന്ന് പറയുന്നത്. ആ കൂട്ടത്തിലുള്ള ആളാണ് ഒരു പ്രമാണി. അപ്പോൾ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്ന വ്യക്തിയാണ്. ആ വ്യക്തി എന്ന് പറഞ്ഞാൽ അത് ലോകപരമായിട്ട് എന്തെങ്കിലും ഒരു സ്ഥാനമോ അല്ലെങ്കിൽ കുടുംബപരമായിട്ട് കുറച്ച് പൈസ വന്നപ്പോൾ ഒരു വീടുണ്ട്, കാറുണ്ട്, ഇതൊക്കെ വന്ന് തീർന്നപ്പോൾ അയാൾ അവിടുത്തെ ആ നാട്ടിൽ ആ ദേശത്തിലൊരു പ്രമാണി. അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും വന്ന് ഇടപെട്ട് സംസാരിച്ച് ഒരു ഒത്തീർപ്പ് ആക്കാൻ വേണ്ടി വരുന്നെങ്കിലോ അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഇന്ന ആളുടെ അടുത്ത് ചോദിക്കാം എന്ന് പറഞ്ഞ് ആ നാട്ടിലുള്ളവരെല്ലാം കൂടെ ചേർന്ന് ആ വീട്ടിൽ പോവും. അപ്പോൾ അങ്ങനെ ഒരു പ്രമാണി. അപ്പോൾ പ്രമാണിക്ക് സംശയം,
അപ്പോൾ പ്രമാണി ഇന്ന് കർത്താവിൻ്റെ അടുത്ത് ചോദിക്കുന്ന പോലെ, അപ്പോൾ എല്ലാം അറിയുന്ന വ്യക്തിയാണ് ഈ ചോദ്യം. നമ്മളും ദൈവസന്നിധിയിൽ വന്ന് വചനം പറയാം, ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് അവിടെയും വചനം കേൾക്കുന്നു, ഞായറാഴ്ച യോഗവും ഇടയോഗവും എല്ലാം പോയി വചനം കേൾക്കുന്നു, പുതിയ പുതിയ ഗസ്റ്റ് പാസ്റ്റർ വന്നിട്ട് സംസാരിക്കുമ്പോൾ വചനം കേൾക്കുന്നു. പക്ഷെ എന്നാലും നമുക്കും സംശയങ്ങളാണ്. അപ്പോൾ സംശയമുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? എ സർട്ടൻ റൂളർ. അതിൽ ഏതൊരു മലയാളം എങ്ങനെ പറയുന്നത്? സർട്ടൻ പ്രമാണി അവനോട്, ആ നല്ല ഗുരു, ഞാൻ നിത്യജീവൻ. ആ മലയാളത്തിൽ വെറും ഒരു പ്രമാണി അവനോട്. പക്ഷേ ഇംഗ്ലീഷിൽ പറയുന്നത് എ സർട്ടൻ റൂളർ. അവിടെ എടുത്ത് പറയത്തക്ക വിധത്തിലുള്ള റൂളറാണ് ഈ പറയുന്ന വ്യക്തി. അപ്പോൾ അവിടെ അത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു റൂളറാണ്. അപ്പോൾ അത് ഭരിക്കുന്ന ഒരു വ്യക്തിയാണ്. ചിലപ്പോൾ അവിടുത്തെ വാർഡ് മെമ്പറായിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അവിടുത്തെ ഒരു മെയിൻ ആൾ. അയാൾ ചോദിച്ചത്, അയാൾ സംബോധന ചെയ്യുന്നത് രാഷ്ട്രീയക്കാർ സംബോധന ചെയ്യുന്ന കണക്കാണ്. സോപ്പിടൽ പരിപാടിക്കില്ല ഇവരെല്ലാം എക്സ്പെർട്ടാണ്. ഈ നേതാക്കന്മാരും റൂളർമാർക്കെല്ലാം സോപ്പിടാൻ കറക്റ്റാണ്. ഈവൻ ഈ മനുഷ്യൻ മാത്രമല്ല, നമ്മുടെ ആത്മീയ ലോകത്തിൽ തന്നെ അതിലൊരാളിനെ ഒരു സ്ഥാനം കൊടുത്തിരുന്നാൽ പിന്നെ സോപ്പിട്ട് സംസാരിക്കാൻ അവരെ കഴിഞ്ഞിട്ടേ പിന്നെ ബാക്കിയുള്ളവരുള്ളൂ. പക്ഷെ അവരുടെ ഉള്ളിൽ നിന്ന് വരുന്നതല്ല, അവരതിനെ ആ രീതിയിൽ കോർത്ത് ഇണക്കി വളച്ച് കൂട്ടിക്കൊണ്ട് വന്നിട്ട് പറയും. പക്ഷെ പ്രവൃത്തിയിലില്ല. അതേ കണക്ക് ഇവിടെ ചോദിച്ചത് എന്താ? സർട്ടൻ റൂളർ ആസ്ക്ഡ് ഹിം, ഗുഡ് ടീച്ചർ. ചോദിച്ചത് എങ്ങനെ? എന്ത് ഇതിലും നല്ല ഗുരുവേ. അപ്പം നല്ല ഗുരു, ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്? നല്ലതെന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും നല്ലതാണ്. അതിൽ കപടമൊന്നുമില്ല, അതിൽ തെറ്റൊന്നും കാണുന്നില്ല, അതിൽ കൊള്ളരുതാത്തവതൊന്നുമില്ല. അപ്പം നല്ല ഗുരുവേ, വാട്ട് മസ്റ്റ് ഐ ഡു ടു ഇൻഹെറിറ്റ് എറ്റേണൽ ലൈഫ്? ആ മലയാളം ചോദിച്ചാൽ, നല്ല ഗുരു, ഞാൻ നിത്യജീവൻ അവകാശപ്പെടാൻ, നിത്യജീവൻ അവകാശം വാങ്ങിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്ന് നല്ല ഗുരുവിൻ്റെ അടുത്ത് ചോദിക്കുന്നു. അപ്പോൾ ഇയാളൊരു ലീഡറാണ്. ഇയാളുടെ ചോദ്യം ഇതാണ്, ഞാൻ നിത്യജീവൻ എന്നിൽ വരാൻ വേണ്ടി, എന്നിൽ അത് പ്രാപിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം എന്ന് ഗുരുവിൻ്റെ അടുത്ത് ചോദിക്കുന്നത്. ആ ഗുരുവിനെ സംബോധന ചെയ്യുന്നത് എങ്ങനെയാണ്? നല്ല ഗുരുവേ. അപ്പോൾ ചോദ്യം ആഗ്രഹം കേൾക്കുന്നവർക്കെല്ലാം നല്ലതാണ്. കാരണം അയാൾ ചോദിച്ചത് നല്ല രീതിയിലാണ്. നല്ല ഗുരു എന്ന് സംബോധന ചെയ്തു, ചോദിച്ചൊരു നല്ല കാര്യമല്ലേ. കിങ്ഡം ഓഫ് ഹെവൻ, അതിന് പ്രാപിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? വാട്ട് മസ്റ്റ് ഐ ഡു ടു ഇൻഹെറിറ്റ് എറ്റേണൽ ലൈഫ്? നിത്യജീവൻ. അപ്പം അതുവരെ അറിയാം. അപ്പോൾ ഇങ്ങനെ നിത്യജീവനുണ്ട്. ഈ ഭൂമി വിട്ട് തീർന്നാൽ പിന്നൊരു ജീവനുണ്ട്, അത് നിത്യമായിട്ടുള്ളതാണ്. സ്വർഗത്തിലാണെങ്കിലും നിത്യമായിട്ട് അവിടെ ഉണ്ട്, നരകത്തിലായാലും ആ പറയുന്ന തീ പൊയ്കയിൽ നിത്യമായിട്ട് തന്നെ കിടക്കും. അല്ലാതെ കുറച്ചാൾ തീ കൊണ്ട് തീർന്നിട്ട് പിന്നെ കുറച്ചാൾ മതി ഇനി ശിക്ഷ തീർന്നത്. ലോകപരമായിട്ട് ശിക്ഷ പറഞ്ഞത് ഈയിടയ്ക്ക് ഏതോ ഒരു അച്ഛനെ 20 വർഷം ശിക്ഷിച്ചിട്ട് ഇപ്പോൾ അതിനെ വിട്ടുവീഴ്ച കൊടുത്ത് 10 വർഷമാക്കി. അച്ഛനായതുകൊണ്ടാണ്. അത് ലോകത്തിൽ കപടമുള്ളത് കൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നത്. പക്ഷെ ഇവിടെ പറയുന്നതിൽ നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് നല്ല ഗുരുവിൻ്റെ അടുത്ത് ചോദിക്കണം. അപ്പോൾ ആ ഗുരു നല്ലതാണെന്നറിയാം. ആ ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നല്ലതാണെന്ന് അറിയാമെങ്കിൽ കൊടുക്കും. അപ്പോൾ ആ ഗുരു പറയുന്ന കേൾക്കാത്തെന്ത്? ഗുരു പറയുന്ന കേൾക്കുകയും ചെയ്യും, പ്രവർത്തിക്കത്തില്ല. വചനങ്ങളെല്ലാം കേൾക്കും, പക്ഷെ അതനുസരിച്ച് അത് ഉൾക്കൊള്ളേണ്ട രീതിയിൽ അല്ലെങ്കിൽ പ്രാപിക്കേണ്ട രീതിയിൽ പ്രാപിക്കുന്നുമില്ല, നിങ്ങൾ മുമ്പോട്ട് പോകത്തുമില്ല. എന്നിട്ട് സംബോധന ചെയ്യുന്നതിന് ദൈവമേ നീ നമ്മൾ ചില സഭകളിലൊക്കെ ഇംഗ്ലീഷ് സഭയായാലും ഏത് ലാംഗ്വേജ് സഭയും യേശു നല്ലവൻ, യേശു നല്ലവൻ, യേശു നല്ലവൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ യേശു നല്ലവൻ. പക്ഷെ വചനം പറയുന്നത് ജൽപ്പനം ചെയ്യരുത്. നിങ്ങൾ 10-20 പ്രാവശ്യം യേശു നല്ലവൻ 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 എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണോ അത് വരുന്നത്? ചുമ്മാ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ജൽപ്പനം.
അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് നിങ്ങൾ ഗ്രഹിച്ച് അത് മനസ്സിലാക്കിക്കൊണ്ട് ആ യേശു നല്ലവനെന്ന് ആ പദം ഉപയോഗിക്കാൻ വേണ്ടി യോഗ്യതയുള്ള ആ യേശുവിൻ്റെ അടുത്ത് ഉപയോഗിക്കുമ്പോൾ അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വന്നാൽ മാത്രം മതി അതിന് മറുപടി കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടെ പറയുന്നത് വാട്ട് മസ്റ്റ് ഐ ഡു ടു ഇൻഹെറിറ്റ് എറ്റേണൽ ലൈഫ്. 19 വാക്യം. അതിന് യേശു, എന്നെ നല്ലവൻ എന്ന് പറയുന്നത് എന്ത്? അപ്പോൾ ചോദിച്ചപ്പോൾ എന്താ പറയുന്നത്? വൈ ഡു യു കോൾ മീ ഗുഡ്? എന്തിനാണ് നീ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത്? അപ്പോൾ നല്ലവനെന്ന് പറഞ്ഞാലും കുഴപ്പമോ? പക്ഷെ ഇവിടെ യേശു തന്നെ തിരിച്ചു എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവനെന്ന് പറയാൻ കാരണം എന്ന് യേശു അങ്ങോട്ട് ഉത്തരം പറഞ്ഞു. എന്നിട്ടും അതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നത്, നോ വൺ ഈസ് ഗുഡ്. ആരും നല്ലവനല്ല, എക്സെപ്റ്റ് ഗോഡ് എലോൺ. ദൈവമല്ലാതെ ആരും നല്ലവനില്ല. അപ്പോൾ യേശു എന്നെ മറുപടി പറയാണ്, ആരും നല്ലവനില്ല ദൈവമല്ലാതെ. കാരണം ദൈവം എന്ന് പറഞ്ഞാൽ ആ ദൈവം എന്ന് പറയുന്ന വ്യക്തി, ആ ദൈവം എന്ന് പറഞ്ഞാൽ അത് നിറയെ സ്നേഹം മാത്രമേ ഉള്ളൂ. അതിലൊരു കപടം കാണാൻ പറ്റത്തില്ല, അതിലൊരു തെറ്റ് കാണാനും പറ്റത്തില്ല. അപ്പോൾ അത് മുഴുവൻ സ്നേഹം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി, അതിൽ നെഗറ്റീവ് ഒന്നും കാണാൻ ഒക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയുള്ള ആളിന് നല്ലവനെന്ന് പറയുന്നത്. അപ്പോൾ അത് അറിയേണ്ട രീതി അർത്ഥം മനസ്സിലാക്കി തീർന്നിട്ട് നമ്മൾ പറയാണ് നല്ലവനാണ് എന്ന് പറയാൻ കാരണം, നമ്മൾ വിളിച്ച വിളി നമ്മൾ ചിന്തിച്ചപ്പോൾ തന്നെ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. ചിലവർ പട്ടിണിയാണ്, നാളെ ആഹാരമില്ല, രാവിലെ പിള്ളേർക്ക് കൊടുക്കാൻ ആഹാരം ഇല്ല, ദൈവമേ ഞാൻ നാളെ ഇനി പിള്ളേർക്ക് എന്ത് കൊടുക്കും എന്ന് ചിന്തിച്ച് എണീറ്റ അമ്മമാരും പേരൻസും ഒക്കെ ഉണ്ട്. പക്ഷേ എണീറ്റ് അതെല്ലാം പല്ലൊക്കെ തേച്ച് റെഡിയാക്കി നിന്ന് എന്ത് കൊടുക്കുമെന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയൽവാസി ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഫുഡ് കൊണ്ടോ കൊടുക്കുന്ന സമയത്ത് അവരെന്താ അവരുടെ മനസ്സിൽ ചിന്തിക്കുന്നത്? എൻ്റെ ദൈവം നല്ലവനാണ്. ഞാൻ രാത്രി കിടക്കുമ്പോഴേ ചോദിച്ചു നാളെ എന്ത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും എന്ന് ചിന്തിച്ച് വന്നപ്പോൾ രാവിലെ ഫുഡ് കിട്ടിത്തീരുന്നപ്പോൾ ആദ്യം വരുന്നത് എന്താണ്? എൻ്റെ ദൈവം നല്ലവനാണ്. ആ നല്ലവനായത് കൊണ്ടാണ് നമ്മൾ ആ ദൈവം. അപ്പോൾ ഉള്ളുകൊണ്ട് ആ ഫുഡ് കിട്ടുമ്പോൾ അതിൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റ് ഫുഡിൻ്റെ കൂടെ അല്ല. ഇന്നലെ രാത്രി വരെ ഇല്ലായിരുന്നു, ഇന്ന് രാവിലെ പല്ല് തേക്കുന്നവരെ ഇല്ലായിരുന്നു. പക്ഷെ പല്ല് തേച്ചിട്ട് അവിടെ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ ഫുഡ് വരുന്നു. അപ്പോൾ അതിൻ്റെ നല്ലവൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഗുഡ്നെസ് എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ അത് രുചിച്ചറിയാൻ പറ്റും, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ആ ഫീലിങ്ങിൻ്റെ നല്ലവനാണ് കർത്താവ് ഇവിടെ പറയുന്നത്. വൈ ഡു യു കോൾ മീ ഗുഡ്? എന്നെ എന്തിന് നീ നല്ലവനെന്ന് വിളിച്ചു? അപ്പോൾ നമ്മുടെ അടുത്ത് ആ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കർത്താവ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓരോ കാര്യങ്ങൾ എണ്ണി നമുക്ക് പറയാം. എൻ്റെ ദൈവം നല്ലവനാണ്. മറ്റേ നമ്മുടെ കൂടെയുള്ള ഫെലോഷിപ്പിനുള്ള ആൾക്കാരിരിക്കുന്നതിനേക്കാളും നമുക്ക് നമ്മുടെ ദൈവം നല്ലവനാണ്. കാരണം അവരെക്കാളും കൂടുതൽ കാര്യം നമുക്ക് വേണ്ടി ചെയ്തു. അപ്പോൾ നമ്മൾ വിചാരിക്കുക, അപ്പോൾ പിന്നെ അവർ നല്ലവരല്ലേ? അവർക്ക് ചിലപ്പോൾ നമ്മളെക്കാളും 100ൽ 1 അംശമായിരിക്കും ചെയ്തത്. പക്ഷെ അവർക്ക് അന്ന് ആ ചെയ്ത പ്രവൃത്തി നമ്മളെക്കാളും വലിയവനായിരിക്കും, നല്ലതായിരിക്കും. പക്ഷെ ആ നല്ലതെന്ന് പറഞ്ഞ് നമ്മൾ ഉള്ളുകൊണ്ട് ദൈവത്തിനെ സ്തുതിക്കുകയാണെങ്കിൽ, ഉള്ളുകൊണ്ട് ദൈവത്തിനെ പറയുകയാണെങ്കിൽ ആ നന്ദിയാണ് വേണ്ടത്. നമുക്കൊരു നന്മ കിട്ടിത്തരുമ്പോൾ നമ്മൾ ആ നന്ദിയോടുകൂടി ദൈവത്തിനെ സ്തുതിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു നല്ലവനെന്നുള്ള ആ അക്സെപ്റ്റൻസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. ജീസസ് ആൻസർഡ്, നോ വൺ ഈസ് ഗുഡ് എക്സെപ്റ്റ് ഗോഡ് അലോൺ. ദൈവം അല്ലാതെ വേറെ ആരും നല്ലവനില്ല എന്ന് യേശു മറുപടി പറയുന്നത്. അപ്പോൾ ഇതിൽ നോക്കണം, സർട്ടൻ റൂളർ ആസ്ക്ഡ് ഹിം. അവിടെ ഒരു പ്രമാണിയാണ് ഈ ചോദിക്കുന്നത്, ആ പ്രമാണിയുടെ അടുത്താണ് ഈ മറുപടിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് 20ാമത്തെ വാക്യം, യു നോ ദ കമാൻഡ്മെൻറ്റ്സ്, യു ഷൽ നോട്ട് കമ്മിറ്റ് അഡൾട്ടറി. ആ മലയാളം വായിച്ച 20. വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കാൻ എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഈ കൽപ്പനകളെല്ലാം നീ അറിയുന്നു. നോ വൺ ഈസ് ഗുഡ്
എക്സെപ്റ്റ് ഗോഡ്. എന്നിട്ട് പറയുന്നത് എന്താണ്? യു നോ ദ കമാൻഡ്മെൻറ്റ്സ്. ആര്? ഈ പ്രമാണി ചോദിക്കാൻ വന്ന വ്യക്തിയുടെ അടുത്ത് യേശു അങ്ങോട്ട് പറയാണ്, നിനക്ക് കൽപ്പനകളൊക്കെ അറിയാമല്ലോ. അപ്പോൾ നിനക്ക് എല്ലാ കൽപ്പനയും അറിയാം. എന്നിട്ടാണ് നീ വന്നത് നല്ല യേശുവേ എന്ന് പറഞ്ഞ് സംബോധന ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ നിനക്ക് കൽപ്പനകൾ അറിയാം. എന്തൊക്കെ അറിയാം? യു ഷൽ നോട്ട് കമ്മിറ്റ് അഡൾട്ടറി, യു ഷൽ നോട്ട് മർഡർ. മലയാളം വായിച്ച വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്. കൊല എന്ന് പറയുന്നത് നമ്മൾ കത്തിക്കൊണ്ട് ഒരു വ്യക്തിയെ കൊന്ന് അവൻ്റെ ജീവൻ എടുക്കുന്ന മാത്രമല്ല കൊല. അവൻ ജീവനോട് ഇരിക്കുകയും ചെയ്യും. അവനെ ജീവിക്കാൻ സമ്മതിക്കാതെ ഇരിക്കുന്നത് കൊലയ്ക്ക് തുല്യമാണ്. അവൻ ജീവനോടുകൂടി ഇരിപ്പുണ്ട്. നമ്മൾ കത്തിയും ഉപയോഗിച്ചില്ല, ഒന്നും ഉപയോഗിച്ചില്ല. നമ്മൾ കാരണം അവന് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുന്നില്ല. അവൻ അവിടെ നിന്ന് സ്ഥലം വിടേണ്ടി വന്നു. വേറെ സ്ഥലത്ത് ചെന്നപ്പോഴും അവിടെ നിൽക്കാൻ സമ്മതിക്കുന്നില്ല. അതിനേക്കാളും കൊലയാണ്. കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്. അപ്പം മോഷ്ടാവ് എന്ന് പറയുന്നത് നമ്മൾ ആ വീട്ടിൽ അയാളുടെ വക സാധനങ്ങൾ വല്ലതും നമ്മൾ എടുത്തുകൊണ്ട് പോയി തീർന്ന് അയാൾ അറിയാതെ കൊണ്ടുപോകുന്നത് മാത്രമല്ല മോഷ്ടാവ്. അയാൾക്ക് കിട്ടേണ്ട നന്മ നമ്മൾ കാരണം തടസ്സപ്പെടുത്തിയാലും മോഷണമാണ്. അപ്പോൾ അയാൾക്ക് കിട്ടേണ്ട നമ്മൾ അതിനെ തടഞ്ഞു. ഒരാൾ വന്നിട്ട് പറയാണ്, സർക്കാരിൻ്റെ ഇതിൽ വന്ന് പറയാണ്, സൗജന്യ റേഷൻ എല്ലാ വീട്ടിലും കൊടുത്തു. ഇങ്ങനെ കൊടുത്ത് വന്നപ്പോൾ ആ വീട്ടിലും കൊടുക്കണം. നമ്മൾ അടുത്ത വീട്ടിൽ വന്ന് അവിടെ ആളുണ്ടോ? അവിടെ ആളൊന്നുമില്ല. അവർക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ക്യാഷിൽ നമ്മളിന്ന് പറഞ്ഞപ്പോൾ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അവർക്ക് കൊടുക്കാതെ അങ്ങ് പോയി. നമ്മൾ ആ സാധനം വാങ്ങിച്ചില്ല, പക്ഷെ നമ്മളും മോട്ടിച്ചു. എന്ന് വെച്ചാൽ അയാൾക്ക് കിട്ടാനുള്ളത് കൊടുക്കാതെ നമ്മൾ കാരണം തടസ്സപ്പെട്ട് തരുമ്പോൾ നമ്മൾ മോഷണം. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ഈ മോഷണം എന്നെല്ലാം പറഞ്ഞാൽ അവിടെ ചെന്ന് ഒളിച്ച് ആരും കാണാതെ അവർ കാണാതെ അവിടെ നിന്ന് സാധനം എടുത്ത് നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുന്ന മാത്രമല്ല മോഷണം. ഇതും മോഷണമാണ്. യു ഷുഡ് നോട്ട് മർഡർ, യു ഷുഡ് നോട്ട് സ്റ്റീൽ, യു ഷുഡ് നോട്ട് ഗിവ് ഫോൾസ് ടെസ്റ്റിമണി. അയ്യോ, അത് പെന്തക്കോസ്ത് ലോകത്തിൽ അതേ ഉള്ളൂ. മലയാളം വായിച്ചേ, കള്ളസാക്ഷ്യം പറയരുത്. ഞാൻ നോക്കിയപ്പോൾ ഞാൻ എന്തെല്ലാം സാക്ഷ്യം പറയുന്ന മുഴുക്കാൻ കള്ളസാക്ഷ്യമായി മാറുന്നു. കാരണം എനിക്ക് അറിഞ്ഞൂടായിരുന്നു. മമ്മി എടുത്തോണ്ട് വരും. ഇല്ലല്ല, അത് ജനുവരിയിലല്ലായിരുന്നു, ഫെബ്രുവരിയിലായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ജനുവരിയാണ്. അപ്പോൾ അത് കള്ളമായില്ലേ? കള്ളസാക്ഷ്യം അതല്ല പറയുന്നത്. നീ പറയുന്നത് മറ്റുള്ളവരുടെ ഇത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി അതിനെ കൂടുതൽ ചേർത്ത് വേണ്ടി അതിനെ പൊക്കഞ്ചത്തിൽ കൂടെ പറഞ്ഞു, അല്ലെങ്കിൽ അതിനെ വേറെ നിങ്ങളുടെ സൈഡിന് സപ്പോർട്ട് ചെയ്യത്തക്ക വിധത്തിൽ കഥകൾ പറഞ്ഞ് ഒപ്പിക്കുമ്പോഴാണെങ്കിൽ കള്ളസാക്ഷ്യം പറയരുത്. അവർ കേൾക്കുമ്പോൾ എന്തോ നല്ല കാര്യം നമുക്ക് വേണ്ടി എന്തോ ചെയ്ത് അതേ രീതിയിലായിരിക്കും നമ്മൾ അവതരിപ്പിക്കുന്നത്. പക്ഷെ അതിൽ സത്യം ഉണ്ടാവണം. സത്യമില്ലെങ്കിൽ കള്ളസാക്ഷ്യമാണ്. യു ഷുഡ് നോട്ട് സ്റ്റീൽ, യു ഷുഡ് നോട്ട് ഗിവ് ഫോൾസ്, യു ഷാൽ നോട്ട് ഗിവ്. മലയാളം എങ്ങനെ പറയുന്നത്? അത് ഈസി മട്ടിലാണ് മലയാളത്തിൽ പറഞ്ഞു. കള്ളസാക്ഷ്യം പറയരുത്, പരിപാടി തീർന്നു. ഇതായി കുഴപ്പം. അത് കേൾക്കുമ്പോൾ അതിന് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, എല്ലാവരും അത് ഈസി മട്ടിൽ. പക്ഷെ ഇവിടെ ഇംഗ്ലീഷിൽ പറയാം, യു ഷാൽ നോട്ട് ഗിവ് ഫോൾസ് ടെസ്റ്റ്. നീ ഒരിക്കലും കള്ളസാക്ഷ്യം പറയരുത്. ഷുഡ് നോട്ട് ഗിവ് ഫോൾസ് ടെസ്റ്റിമണി. കള്ളമായിട്ട് സാക്ഷ്യങ്ങൾ പറയരുത്. കള്ളമായിട്ട് അനുഭവങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യരുത്. അത് വ്യക്തമായിട്ട് പറയണം. അതിൻ്റെ ആഴം നിങ്ങൾ അറിയണം. പിന്നെ പറയുന്നത് ഓണോ എ ഫാദർ ആൻഡ് മദർ. അതിൻ്റെ മലയാളം പറഞ്ഞ നിൻ്റെ അപ്പനെ അമ്മയെ ബഹുമാനിക്കുക. അപ്പോൾ നമ്മൾ വിചാരിക്കാൻ നമുക്ക് ജന്മം തന്ന അപ്പനമ്മയും മാത്രമല്ല, അപ്പനമ്മയുടെ സ്ഥാനം പ്രായമുള്ളവരെല്ലാം നമ്മുടെ അപ്പനമ്മമാരാണ്. അങ്ങനെയുള്ളവരെല്ലാം ബഹുമാനിക്കുക. ഇപ്പോൾ പുതിയ പദങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. സീനിയർ സിറ്റിസൺ,
ബസ്സിലും ട്രെയിനിലൊക്കെ സീനിയർ സിറ്റിസന് ഇരിക്കാൻ വേണ്ടി സീറ്റ് വെച്ചിട്ടുണ്ട്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടിയുള്ള സീറ്റാണ്. അവിടെ ഇരിക്കുന്ന 25 വയസ്സുള്ള ആൾക്കാർ. അങ്ങനെ ആരെങ്കിലും പ്രായം ചെന്നുള്ളത് നടന്നു വരുന്ന കാണുമ്പോൾ ഒട്ടനെ മൊബൈലിരുന്ന് കുത്തിക്കൊണ്ടിരിക്കും. അവരങ്ങോട്ടൊന്നും നോക്കത്തില്ല. അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. മെട്രോ ട്രെയിനിൻ്റെ അകത്ത് കയറി തീർന്നാൽ ഇതേ കാണാനുള്ളൂ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവരെല്ലാം കണ്ടിട്ട് ഞാൻ 68 വയസ്സായെന്ന് അവരറിയുന്നില്ലായിരിക്കും. എനിക്ക് ഒരിക്കലും സീറ്റ് കിട്ടത്തില്ല. ഒരു 35-45 വയസ്സുള്ള പെണ്ണുങ്ങൾ വന്ന് കഴിഞ്ഞാൽ ഹോ ടപ്പെന്ന് പറഞ്ഞാൽ അവിടെ എണീക്കുന്ന കാണാം, ഇവിടെ എണീക്കുന്ന കാണാം, എല്ലായിടത്തും കൂടെ എണീക്കുന്ന കാണാം. ഒരു സീറ്റിൽ പോയി ആ സ്ത്രീ ഇരുന്ന് തീരുമ്പോൾ പിന്നെ പടപടാന്ന് തിരിച്ചാൽ മറ്റവരെല്ലാം സാരി. ഞാൻ നോക്കുമ്പോൾ 68 വയസ്സായിട്ട് ഞാൻ തൂങ്ങിക്കിടക്കുകയാണ്. യു ഷാൽ നോട്ട് ഗിവ് ഫോൾസ് ടെസ്റ്റിമണി, ഓണർ എ ഫാദർ ആൻഡ് മദർ. അപ്പനെ അമ്മയും ബഹുമാനിക്കുക. ചിലവരുണ്ട് ഒരു 5-6 പേരുമായിട്ട് ചേർന്നാണ് ട്രെയിനിലെ വല്ലൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആരെങ്കിലും വന്ന് ഇങ്ങനെ ഇരിക്കുന്നത് ചടപടാന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ അടുത്തിരിക്കുന്നവർ അപ്പോഴേ അതുവരെ ശ്രദ്ധിച്ചില്ല. എന്തിനാ ചാടി പിടിച്ച് എണീച്ച് നോക്കുമ്പോൾ ഓ അത് സീറ്റ് വിടുകയാണ്. ഭയങ്കര മനസ്ഥിതി ഉള്ളവനാണ്, ചാടി എണീറ്റ് സീറ്റ് കൊടുത്തല്ലോ. അതേ സമയത്ത് ഈ കൂടെ ഉള്ള കൂട്ടുകാരന്മാരെ ആരും ഇല്ലായിരുന്നെങ്കിൽ അവൻ എണീക്കത്തും പോലും ഇല്ലായിരുന്നു. അതൊക്കെ നമുക്ക് അവിടെ കാണുമ്പോൾ അവരുടെ ആക്ട് ഓഫ് ആ ഒരു ഇത് മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം. അഭിനയം, ലോകം മുഴുക്കിയ അഭിനയങ്ങൾ. വീട്ടുകാരായാലും ദേശക്കാരായാലും നമ്മൾ എവിടെ യാത്ര ചെയ്യുന്നവരാണ്, എല്ലാം അഭിനയമാണ്. അഭിനയ ലോകമാണ്. ഓഫീസിൽ ചെല്ലുമ്പോൾ ബോസിൻ്റെ ഫ്രണ്ട് ചെല്ലുമ്പോൾ ഓ എന്തൊരു ഭവ്യതയോടുകൂടി വാക്കുകൾ അതേ ഇതിൽ ഉപയോഗിക്കും. ആ ക്യാബിൻ്റെ വാതിൽ അടഞ്ഞിങ്ങോട്ട് മാറി ഉടനെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ, ദേഷ്യവും പറഞ്ഞിട്ടായിരിക്കും നടക്കുന്നത്. ഇതാണ് ലോകം. ഫ്രണ്ടിൽ കാണുമ്പോൾ പുഞ്ചിരിച്ച് ഭയങ്കര സ്നേഹത്തിൽ നിൽക്കും, ഇങ്ങോട്ട് മാറുമ്പോൾ അത്. ഇപ്പം നമ്മൾ ദൈവമക്കളെന്ന് പറഞ്ഞ് സത്യമായിട്ട് പ്രവർത്തിക്കുക. സത്യമായിട്ട് നമ്മുടെ ഓരോ സ്റ്റെപ്പ് നമ്മൾ വാക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഇതിൽ ആ ഫ്രണ്ടിൽ നിൽക്കുന്ന വ്യക്തിയുടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് ആ നല്ല ആംഗ്യങ്ങൾ, നല്ല കാര്യങ്ങളിൽ നമ്മൾ ചിന്തിച്ചാൽ മതി. ഇത് നമ്മൾ ദൈവമക്കളെന്ന് പറയുകയും ചെയ്യും. ഇതൊന്നും ചിന്തിക്കത്ത പോലുമില്ല. ഹായ്, നമ്മളിപ്പോൾ എത്രാമത്തെ വായിച്ചത്? 21. All this I have kept since I was boy. പിന്നെ അയാളുടെ മറുപടി കേട്ടില്ലേ, ഇത്രയും പറഞ്ഞു തന്നപ്പോൾ ഇതൊക്കെ ഞാൻ കൊച്ചിലെ മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്നു. എത്ര കൊച്ചിലെ മുതലേ? ഞാൻ 2 വയസ്സ് മുതലേ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു. 2 വയസ്സുള്ള സ്കൂളിൻ്റെ ലെസൺ ചോദിച്ചാൽ അത് മറന്നുപോയി. ഇതിനു മുമ്പ് നീ തന്നെ പറഞ്ഞത് ഇവിടെ അത് തന്നെ. ഞാൻ കൊച്ചിലെ മുതലേ ഇതൊക്കെ അറിയാം. All this I have kept since I was a boy, he said. 22ാമത്തെ വാക്യം. When Jesus heard this, he said to him. യേശു ഇത് കേട്ടപ്പോൾ ആ വ്യക്തിയുടെ അടുത്ത് പറഞ്ഞത് എന്താണ്? യു സ്റ്റിൽ ലാക്ക് വൺ തിങ്. എന്നാലും ശരി, നീ ഇതെല്ലാം കേട്ടെന്ന് നീ പറയുന്നെങ്കിലും നീ ഒരു കാര്യം അവിടെ വിട്ടുപോകുന്നുണ്ട്. ആ മലയാളം വായിച്ചേ. 22. ഇനിയും ഒരു കുറവ് നിനക്കുണ്ട്. അപ്പൊ യേശു ആ കുറവ് ചൂണ്ടിക്കാണിക്കാണ്. എല്ലാം ശരിയാണ്, ഇനിയും ഒരു കുറവുണ്ട്. നമ്മളെല്ലാം തികഞ്ഞെന്നുള്ള ഭാവമാണ്. പക്ഷെ യേശു ഇന്നത്തെ ദിവസം നമ്മുടെ അടുത്ത് പറയുന്നതാണ്, ഇനിയും നിനക്കൊരു കുറവുണ്ട്. ആ കുറവ് എന്തെന്ന് വേറൊരാൾ പോയിന്റ് ഔട്ട് ചെയ്യേണ്ട കാര്യമില്ല. ആ കുറവ് എന്താണെന്ന് നമുക്ക് തന്നെ ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയാൻ പറ്റും. ഉള്ളുകൊണ്ട് ആരും കാണാതെ ആരും കേൾക്കാതെ തന്നെ ഉള്ളുകൊണ്ട് തന്നെ ദൈവസന്നിധിയിൽ ഒരു കണക്ഷൻ, കർത്താവേ ആ കുറവ് എന്നിൽ നിന്ന് മാറ്റിത്തരണേ.
കർത്താവ് നമ്മുടെ അടുത്ത് പറയുന്നത്, ഈ വചനം ഇവിടെ സംസാരിക്കുമ്പോൾ അവിടെ പറയുന്നത്, നിനക്ക് ഈ ഉള്ളിൽ ഒരു കുറവുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിൽ പറയുന്നത്, കർത്താവെ ഞാൻ കൊച്ചിലെ മുതലേ ഇതെല്ലാം അനുസരിക്കുന്നുണ്ട്. പക്ഷെ കർത്താവ് വീണ്ടും വീണ്ടും ശബ്ദത്തോട് നമ്മുടെ ഉള്ളിൽ മന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്, നിനക്ക് വീണ്ടും ഒരു കുറവുണ്ട്. നമ്മളത് എടുക്കുന്നില്ല, അതിങ്ങോട്ട് പുഷ് ചെയ്ത് വരെയാണ്. നിനക്ക് വീണ്ടും ഒരു കുറവുണ്ട്. യു സ്റ്റിൽ ലാക്ക് വൺ തിങ്. എന്തുവാണ്? സെൽ എവറിത്തിങ് യു ഹാവ് ആൻഡ് ഗിവ് ഇറ്റ് ടു ദ പുവർ. നിൻ്റെ കയ്യിലുള്ളത് മുഴുക്കുകയും വിറ്റ് പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ. മലയാളം വായിച്ചേ. നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രന്മാർക്ക് പകുത്തു കൊടുക്കുക. നിനക്കുള്ളതെല്ലാം വിറ്റ് ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്കെല്ലാം പകത്ത് കൊടുക്കാൻ, ഒരാൾക്ക് കൊടുക്കാനല്ല. ഇതിപ്പോൾ ഞാനിത് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരുന്നത്, ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. ഇപ്പോഴും അടുത്ത കൊറോണ കയറി വന്നിരിക്കുന്നു. ഇനി എന്തൊക്കെ ക്ഷാമം വരാൻ പോണെന്ന് ഇനി കണ്ടറിയണം. എല്ലാവരും അവരവരുടെ പ്രിക്കോഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രിക്കോഷൻ എടുക്കുന്ന സ്ഥാനത്ത് ഇതെല്ലാം ഉള്ളത് കൂടെ എടുത്തിട്ട് എല്ലാവർക്കും കൂടെ കൊടുത്തു തരുന്ന എന്തായിരിക്കും? അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? When Jesus heard this, he said to him, you still lack one thing. Sell everything you have and give it to the poor. എന്നിട്ട് പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ. അപ്പോൾ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ പറയുമ്പോൾ പാവപ്പെട്ടവർ നമ്മുടെ ചുറ്റിനും ഉണ്ടോ? അവിടെയും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. പാവപ്പെട്ടവർക്കാണ് കൊടുക്കാൻ പറയേണ്ടത്. അവന് 2 നേരം ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, ഇല്ല. എങ്ങനെയെങ്കിലും കഷ്ടിച്ച് അവിടെ നിന്ന് വാങ്ങിച്ചു ഇവിടെ നിന്ന് വാങ്ങിച്ച് എല്ലാം കൂടെ ഒരു നേരം ആഹാരം കഴിച്ചാൽ അടുത്ത നേരം കഴിക്കാനില്ല. അവന് കിടക്കാനൊരു വീടില്ല. അവനൊരു വസ്ത്രം മാറ്റിയിട്ട് അടുത്ത ഒരു വസ്ത്രം ഇടാനില്ല. അതാണ് പാവപ്പെട്ടവർ. അല്ലാതെ ഇന്നലെ വേറെ ജോലി ഉണ്ടായിരുന്നു, അവനിപ്പോൾ ജോലിയില്ല, സഭയിലൊരു വ്യക്തിക്ക് ജോലിയില്ല, അയ്യോ നമ്മുടെ ഇന്ന സഹോദരന് ജോലിയില്ലല്ലോ, ജോലി പോയി. ഉടനെ നമ്മളെല്ലാം എന്താ ചെയ്യും? ഓരോരുത്തർ 200 ദിർഹംസ് 500 ദിർഹംസ് കൊണ്ട് കൊടുക്കും. അത് പാവപ്പെട്ടവരല്ല. അവൻ ഇന്നലെ വരെ ജോലി ഉണ്ടായിരുന്നല്ലേ, ഇന്ന് പെട്ടെന്ന് ജോലി തീർന്നപ്പോൾ അവൻ പാപ്പറായ. അത് നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി, നമ്മുടെ ഒരു കൂട്ടുസഹകരണം ഒന്നുമില്ല, ജോലി ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്തു. ഉടനെ അതിനും ക്രെഡിറ്റ് വാങ്ങിക്കാൻ വേണ്ടി ചിലവർ, നമുക്ക് ഇന്ന ആൾക്ക് ഇങ്ങനെ സംഭവിച്ചു, നമുക്കെല്ലാം കൂടെ ഒരു പിരിവെടുത്ത് കൊടുക്കാൻ, ലീഡർഷിപ്പ് എടുക്കാൻ. ഇതൊക്കെ ഷോ കാണിക്കലാണ്. ഒരാൾ മറ്റവർക്ക് ഇല്ലെങ്കിൽ കൊടുക്കാണ്ട് അവർ കൊടുക്കുന്നത് അവരറിയേണ്ട കാര്യമില്ലല്ലോ. ആ വ്യക്തി അങ്ങ് നേരിട്ട് കൊടുത്താൽ മതി. ഇല്ലാത്തവരുടെ കാര്യമാണ്. ഇവിടെ അതല്ല. ഇവരുടെ അടുത്ത് നിന്ന് വാങ്ങിച്ച് പിന്നെ അത് കൊണ്ട പേര് കൊടുപ്പ്. ഇതൊക്കെ എവിടെ നിന്ന് ഈ അഭിനയങ്ങളും കാര്യങ്ങളും? ഈ ലോകം എവിടെ പോണ്? ലോകം എവിടെ പോയിക്കോട്ട്? അവർ അങ്ങനെയാണ്. അവർക്ക് അറിഞ്ഞോടാ വചനങ്ങളും കാര്യങ്ങളും. സ്നേഹം എന്താണെന്ന് അറിഞ്ഞോടാ, ദൈവത്തിൻ്റെ കൽപ്പനകൾ എന്താണെന്ന് അറിഞ്ഞോടാ. പക്ഷെ നമ്മളിതെല്ലാം അറിയുന്നു. സൺഡേ സ്കൂള്, മുതിർന്നവർക്കുള്ള സ്റ്റഡി ക്ലാസ്, ഇതെല്ലാം പഠിച്ചിരുന്നിട്ടും പ്രവൃത്തിയിൽ ഇതൊന്നും വരുന്നില്ല. You have and give to the poor and you will have treasures in heaven. നീ എന്താണ് നിനക്ക് ഉള്ളത് വിറ്റ് നീ പാവപ്പെട്ടവർക്ക് കൊടുക്കുമ്പോൾ സ്വർഗരാജ്യത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഉള്ളത് വിറ്റ് ദാരിദ്ര്യം ഉള്ളവർക്ക് കൊടുത്തു തീർന്നാൽ സ്വർഗരാജ്യത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാവും. ചാവാൻ കിടക്കുന്നവർ കട്ടിലിൻ്റെ ഇതിൽ നാളെ ക്ലോസ് ആവും എന്ന് അറിഞ്ഞാലും ശരി തന്നെ അവരവരുടെ പേരിലുള്ളത് അത് വിട്ട് കൊടുക്കത്തുമില്ല. പക്ഷെ അതിനു മുമ്പേ അത് കൊടുത്ത് പാവപ്പെട്ടവർക്കും കൊടുത്ത് മക്കൾക്കും കൊടുത്ത് എല്ലാം അങ്ങനെ ആ രീതിയിലൊക്കെ കൊടുത്തിരുന്നെങ്കിൽ നാളെ ഞാൻ പോയി തരുമ്പോൾ ലോകത്തിൽ നിന്ന് വിട്ടു പോകുമ്പോൾ സ്വർഗരാജ്യത്തിൽ എനിക്ക് ട്രഷർ ഉണ്ടാവും. പക്ഷെ ലാസ്റ്റ് മിനിറ്റ് വരെ കാത്തിരുന്നിട്ട് കൊടുക്കുന്നത് കൊണ്ടാവുമെന്ന് എനിക്കറിഞ്ഞൂടാ. നമുക്കിതൊക്കെ വിധിക്കാൻ നമ്മൾ ആളല്ല.
ഒരു ആവശ്യം വരുന്ന സമയത്ത്, ഒരു സമയം വരുന്ന സമയത്ത്, ചെയ്യേണ്ട സമയത്ത് ചെയ്യുക. ആവശ്യമില്ലാത്ത സമയത്ത് ഇനിയിപ്പോൾ ഞാൻ കൂടുതൽ നാളില്ല, അതുകൊണ്ട് നീ എടുത്തോ. അതായത് നിനക്ക് വേണ്ടാതെ വന്നപ്പോൾ നീ കൊടുത്തു. അതിനാണ് വചനത്തിൽ വേറെ സ്ഥലത്ത് വന്നത്, ഒന്നുമില്ലാതെ ഇരുന്ന ഒരു വിധവ 2 കാശിട്ടു. മറ്റവരെ എമൗണ്ട് കൂടുതൽ കൊടുത്തപ്പോൾ നമ്മൾ പറയുന്നത് അവർ നന്നായിട്ട് കൊടുത്തു. അവന് മിച്ചമുള്ളതിലാണ്, അവൻ വേണ്ടാത്തതിനാണ് ഇങ്ങോട്ട് കൊണ്ട് കൊടുത്തത്. അതിന് വാല്യൂ ഇല്ല. അവൻ ഇല്ലാത്തവൻ 2 കാശ് കൊണ്ട് കൊടുത്ത അതിനാണ് വാല്യൂ. ഇപ്പം യേശു ഇവിടെ പറയുന്നത് ഇതെല്ലാം അറിയുന്ന വ്യക്തിയാണ്. കൽപ്പനകളൊക്കെ അറിയാമല്ലോ എന്ന് പറഞ്ഞ് ചോദിച്ചൊരു കൽപ്പനകൾ പറഞ്ഞു. പക്ഷെ ഈ വ്യക്തിയെ കഷ്ടതവനെടുത്താണ് നല്ലവനായ യേശുവെ, സ്വർഗരാജ്യം പ്രാപിക്കാൻ ഞാൻ ഇനി എന്ത് ചെയ്യണം? അയാളിൻ്റെ സമയം എന്താ ആവാറായി. അയാൾക്കറിയാം ഇനിയിപ്പോൾ താമസിയാതെ കൊറോണ ഒക്കെ വന്നിട്ട് നമ്മൾ ക്ലോസ് ആകാൻ പോകണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇത് സംഭവിക്കും, എനിക്ക് വയസ്സ് കൂടുതലായി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്താണ് ചിന്ത വരുന്നത്, എൻ്റെ സ്വത്ത് കൊടുക്കണോ? അപ്പോൾ അത് ചോദിക്കാൻ വേണ്ടി ചെന്ന ഇത് മറച്ചു വെച്ചുകൊണ്ട് യേശുവിനടുത്ത് ഞാൻ എന്ത് ചെയ്യണം സ്വർഗരാജ്യം അവകാശപ്പെടണമെങ്കിൽ? അപ്പോൾ കൽപ്പനയുടെ ലിസ്റ്റൊക്കെ പറഞ്ഞ് തരുന്നതിന് കർത്താവ് തന്നെ നിൻ്റെ ഉള്ളത് മുഴുവൻ വിറ്റ് പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ പറഞ്ഞു. When he heard this, he became very sad. ഇത് കേട്ടപ്പോൾ അല്ല അതിന് മുമ്പ് എന്താ വെച്ചത്, യു സ്റ്റിൽ ലാക്ക് വൺ തിങ്, സെൽ എവറിത്തിങ് യു ഹാവ് ആൻഡ് ഗിവ് ടു ദ പുവർ ആൻഡ് യു വിൽ ഹാവ് ട്രഷർ ഇൻ. അങ്ങനെ നീ ചെയ്യുമ്പോൾ സ്വർഗരാജ്യത്തിൽ ധനമുണ്ടാവും. എന്നിട്ട് ദെൻ കം ഫോളോ മീ, എന്നിട്ട് എന്നെ ഫോളോ ചെയ്യാൻ. ഇപ്പം ആദ്യം ഫിക്സഡ് ഡിപ്പോസിറ്റ് സ്വർഗരാജ്യത്തിൽ വച്ചിട്ട് പിന്നെ എന്നെ ഫോളോ ചെയ്യാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ നമ്മൾ മാനസാന്തരപ്പെടുമ്പോൾ നിക്ഷേപം തുടങ്ങുന്നീ രജിസ്റ്റർ ചെയ്ത് സ്നാനപ്പെട്ട് തീർന്നപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് തുടങ്ങി ആദ്യത്തെ ഡിപ്പോസിറ്റ്. അത് കഴിഞ്ഞ് തരുന്നപ്പോൾ കർത്താവിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഇവിടെ അതിനെ പറഞ്ഞു പിന്നെ ഫോളോ ചെയ്യാൻ. ദെൻ ആൻഡ് യു വിൽ ഹാവ് ട്രഷർ ഇൻ ഹെവൻ ദെൻ കം ഫോളോ മീ, എന്നിട്ട് നീ എന്നെ ഫോളോ ചെയ്താൽ മതി എന്നാണ്. നമ്മളിതൊന്നും ചെയ്യാത്തവരൊന്നും ഫോളോ ചെയ്യരുത്. നമ്മൾ കപടം കാണിച്ചുകൊണ്ട് കളിക്കുകയാണ്. നമ്മളിതൊന്നും കൊടുക്കത്തുമില്ല. അപ്പം നീതിയോടുകൂടി ചെയ്യാനുള്ളത് നമുക്ക് നീതി നമ്മൾ തന്നെ നോക്കിയാൽ മതി. സഭയിലോ കാര്യങ്ങളിൽ അനൗൺസ്മെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പങ്ക് കൊടുക്കാൻ വേണ്ടിയല്ല പറയുന്നത്. നമുക്കതിൽ നീതി ഉണ്ടോ എന്ന് നോക്കുക. ആ നീതിയോട് കൂടി നമുക്ക് ദൈവ ആലോചന, നമുക്ക് ദൈവീയ ആത്മാവ് ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും നല്ലതും തീയതും എല്ലാം. When he heard this, he became very sad. ഇത് കേട്ടപ്പോൾ എന്നിട്ട് എന്നെ അനുഗമിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ 23-ാമത്തെ വാക്യം എങ്ങനെ പറയും, Then he heard this, when he heard this, ഇത് കേട്ടപ്പോൾ he became very sad because he was very wealthy. കാരണം എന്തെന്നറിയാം, അവൻ അത്രമാത്രം പണക്കാരനായിരുന്നു കൊണ്ടാണ്, അവൻ്റെ കയ്യിൽ സ്വത്ത് ഉള്ളത് കൊണ്ടാണ് ഈ സെൻറ്റൻസ് കേട്ടപ്പോൾ അവൻ സങ്കടപ്പെട്ടത്. മലയാളം വായിച്ചേ. അവൻ ഇത്രയും ധനവാനാകൊണ്ട് ഇത് കേട്ടിട്ട് ദുഃഖിതനായിത്തീർന്നു. അവൻ ധനവാനായത് കൊണ്ട് ഇത് കേട്ടിട്ട് അവൻ അതിദുഃഖമായി പോയി. അവൻ്റെ കയ്യിൽ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ദുഃഖമൊന്നും വരത്തില്ലായിരുന്നു. അവൻ്റെ കയ്യിൽ ഇല്ലായിരുന്നെങ്കിൽ കർത്താവ് ഇത് പറയത്തുമില്ലായിരുന്നു. അവൻ്റെ കയ്യിൽ അധികം ധനം ഉള്ളത് കൊണ്ട് തന്നെ കർത്താവ് പറഞ്ഞു, നീ ഉള്ളതെല്ലാം വിറ്റിട്ട് പാവപ്പെട്ടവർ കൊടുത്തിട്ട് നീ എന്നെ ഫോളോ ചെയ്തോ. അത് കേട്ടപ്പോൾ അവൻ ദുഃഖിച്ചു. എന്നിട്ട് പിന്നെ എന്താ പറയുന്നത്, when he heard this he became very sad because he was very wealthy. 24-ാമത്തെ വാക്യം, Jesus looked at him and said, യേശു അവനിൽ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, how hard it is for the rich to enter the kingdom of God. കണ്ട, അവൻ്റെ മനസ്സ് അപ്പം തന്നെ തിരിച്ചറിഞ്ഞപ്പോൾ ഇങ്ങനെ ഉള്ളവർ സ്വർഗരാജ്യം കടപ്പാൻ എത്രമാത്രം പ്രയാസമായിരിക്കും. അപ്പോൾ കയ്യിലൊരു ഇത്തിരി പണം ഉണ്ടെങ്കിൽ മതി സ്വർഗരാജ്യം കടപ്പാൻ. അങ്ങനെയുള്ളവർക്ക്
പാടായിരിക്കും. ഹല്ലേലൂയ. You have 70 dirhams. You are rich. ഒരു 70 dirhams വെച്ചിട്ട് എപ്പോൾ വെളിയിൽ പോകുന്നവരത്തും പറയും, ഡാഡി എൻ്റെ കയ്യിൽ 70 dirhams, ഡാഡിക്ക് എന്താ വേണം? പക്ഷേ ഇതുവരെ ചിലവായില്ല, മാസം 1.5 ആയി. വേറൊരാളുടെ കയ്യിൽ അതിനേക്കാളും ഉണ്ട്. ഇവിടെ എണ്ണം പറഞ്ഞു ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്നു ലെറലിൻ്റെ അക്കൗണ്ടിൽ. മിണ്ടത്തില്ല, കാരണം മിണ്ടി തീരുന്നു ചിലപ്പോൾ നമ്മൾ ചോദിച്ചാലോ. അപ്പോഴും ഇടത്തെ കൈ കൊടുക്കുന്ന വലത്തെ കൈ അറിയരുത്. ഇവിടെ എല്ലാം പണക്കാരാണ്. ജീസസ് ലുക്ക്ഡ് അറ്റ് ഹിം ആൻഡ് സെഡ്, how hard it is for the rich to enter the kingdom of God. അപ്പോൾ ഇത് പറയുന്നത് എന്താണ്? പണം ഉള്ളവരുടെ കയ്യിൽ, അതായിരിക്കും മനുവിൻ്റെ പേഴ്സിൽ ഒരിക്കലും പണം കാണത്തില്ല. When he heard this, he became very sad because he was very wealthy. Jesus looked at him and said, how hard it is for the rich to enter the kingdom. പണക്കാരന് സ്വർഗരാജ്യം കടക്കാൻ എത്ര പാടായിരിക്കും. Indeed, it is easier for a camel to go through the eye of a needle. Camel, ഒട്ടകം. ഗൾഫിലുള്ളവർക്ക് പിന്നെ ഒട്ടകമൊക്കെ അറിയാമല്ലോ. ആ ഒട്ടകം സൂചിയുടെ ആ ദൂരത്തിൽ കടക്കാൻ എത്ര എളുപ്പമായിരിക്കുമെന്ന്. Indeed, it is easier for a camel to go through the eye of a needle than for someone who is rich to enter the kingdom of God. ആ ക്യാമൽ സൂചിയുടെ ആ ദൂരത്തിൽ കൂടെ പോകാൻ എത്രയോ എളുപ്പം, പക്ഷെ പണക്കാരന് സ്വർഗരാജ്യം എത്താൻ അതിനേക്കാളും എത്രയോ പാടെന്നാണ്. 26. Those who heard this asked, who then can be saved? ഇത് കേട്ടോണ്ടിരുന്നവർക്ക് പിന്നെ ഇങ്ങനെ കാണോ സ്വർഗരാജ്യത്തിലപ്പോൾ പോകാൻ പാടാണല്ലോ, ഇങ്ങനെയാണെങ്കിൽ പിന്നെ ആർക്ക് പോകാൻ പറ്റും? എല്ലാം കേട്ടോണ്ടിരിക്കും. ഇവിടെ വചനം എല്ലാം കേട്ടോണ്ടിങ്ങനെ ഇരിക്കും. വേണമെങ്കിൽ ഒരു തുള്ളി കണ്ണുനീരും ഒഴിക്കും. പിന്നെ അവസാനം എല്ലാം കൂടെ എൻ്റെ നേർക്ക് വരും. ആ മട്ടാണ് ഇവിടെയും. കൂടെ ഇരുന്ന് കേട്ടോണ്ടിരുന്ന് കണ്ടു. ഇങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെ സ്വർഗത്തിലെത്താൻ പോകും? മനുഷ്യൻ അതാണ്. Go through the eye of a needle, someone who is rich to enter the kingdom of God. Those who heard this asked, who then can be saved? ഇങ്ങനെയാണെങ്കിൽ ആര് രക്ഷപ്രാപിക്കും? 27. യേശു അതിനും മറുപടി കൊടുത്ത്, വാട്ട് ഇസ് ഇമ്പോസിബിൾ വിത്ത് മാൻ ഇസ് പോസിബിൾ വിത്ത് ഗോഡ്. ആ മലയാളം വായിച്ച 27. മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണ്. ഇതുവരെ ഞാൻ ഈ വാക്യം തപ്പിക്കൊണ്ട് നടക്കരുത്. ഈ ഒറ്റ ഒരു ഇത് മാത്രം ഞാനിങ്ങനെ മുറുകെ പിടിച്ചിട്ടുണ്ട്. സ്വർഗത്തിൽ പോകാൻ ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എനിക്ക് പോകാൻ പറ്റത്തില്ല, പക്ഷെ ദൈവത്താൽ എല്ലാം സാധ്യം. കർത്താവ് ഇങ്ങനെ വന്നിട്ട് അത് വാട്ടോ വാ 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 ആ ഇടിച്ചു തള്ളി ഇങ്ങോട്ട് കയറി കയറി. അങ്ങനെ വല്ലം വന്നാൽ ഞാൻ കടന്നു കിട്ടും. അല്ലെങ്കിൽ നമ്മൾ വചനം അറിയും തോറും ഞാൻ ബാക്കിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ ഇത് കയറത്തില്ലല്ലോ. Jesus replied, what is impossible with man is possible with God. Peter said to him. അപ്പോൾ പത്രോസ് അവിടെ കേട്ടോണ്ടിരുന്നിട്ട് പറഞ്ഞത് എന്താണ്? We have left all we had to follow you. ഞങ്ങൾ ഇപ്പോഴാണ് ഈ കാര്യം പറയുന്നത്. ഞങ്ങൾ ഉള്ളതെല്ലാം വിറ്റ് പിറക്കി എല്ലാം വിട്ട് അപ്പനമ്മമാർക്കും കൊടുത്ത് ഞങ്ങൾ ഇനി അത് ലോകക്കാര്യം ഒന്നുമില്ല എല്ലാം കളഞ്ഞുകൊണ്ട് ഇപ്പം ഞാൻ തിരിച്ചു വന്നിരുന്നപ്പോൾ അതിപ്പോൾ കഥ ഇന്നാണ് പറയുന്നത്. സ്വർഗരാജ്യം പോകണമെങ്കിൽ ഇത്തിരി പാടാ. അപ്പോൾ എല്ലാം വിറ്റ് വന്നു, ഞങ്ങൾക്കിനി ഒന്നുമില്ല. തിരിച്ച് കർത്താവ് പറയണേ നിങ്ങൾ പോയിക്കോ, എൻ്റെ ജോലി തീർന്നു എന്ന് പറഞ്ഞ് നിരുന്നാൽ ഞാൻ എവിടെ പോകും? എൻ്റെ കയ്യിലൊന്നുമില്ല, എല്ലാം കളഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്.
അപ്പോൾ പത്രോസിന് വരെ ആ ചിന്ത വന്നു. Jesus replied, what is it? Peter said to him, we have left all we had to follow you. ഞങ്ങൾ നിന്നെ അനുഗമിക്കാൻ വേണ്ടി ഞങ്ങളുടെ കയ്യിലുള്ളതെല്ലാം വിറ്റു. അപ്പോൾ 29 വാക്യത്തിൽ യേശു ഇങ്ങനെ പറയുന്നു, സത്യമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു, ജീസസ് said to them, no one who has left home or wife or brothers or sisters or parents or children for the sake of the kingdom of God will fail to receive many times as much. ആ മലയാളം വായിച്ച 29. യേശു ഇങ്ങനെ ചോദ്യം ചോദിച്ച് മനസ്സിൽ ഇപ്പോഴും ഇരിക്കുന്നവരുണ്ട്. ആ കൂട്ടത്തിൽ യേശു ചോദിച്ചു, അവരെന്താ ചോദിച്ചെന്താ? ദൈവരാജ്യം നിമിത്തം, അതായത് സ്വർഗരാജ്യത്തിൽ പോകാൻ വേണ്ടി നീ വിശ്വാസ ലോകത്തിൽ കാല് കുത്തിയതിന് ശേഷം വീടോ ഭാര്യയെയോ സഹോദരന്മാരെയോ അപ്പന്മാരെയോ മക്കളെയോ വിട്ട് കളഞ്ഞിട്ട് ഈ കാലഘട്ടത്തിൽ തന്നെ പല മടങ്ങായി വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സത്യമായിട്ട്. ഇങ്ങനെ വിട്ടുപോയവരൊക്കെ നിത്യജീവൻ പ്രാപിക്കാൻ ആരും ഉണ്ടാവില്ല. ഞാൻ ആലോചിക്കണേ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ജനം വിടും. അവൻ്റെ കയ്യിൽ വസ്തുവോ കാറോ സ്വർണമോ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അത് വിടത്തില്ല. അത് ഇതിൽ പറഞ്ഞില്ല. ലിസ്റ്റിൽ അപ്പനമ്മയും വിടും, ഭാര്യയെ വിടും, മക്കളെ വിടും, ഇതെല്ലാം വിട്ടും. എന്നിട്ട് കർത്താവിന് വേണ്ടി ഞങ്ങൾ ഇതെല്ലാം കളഞ്ഞു. എന്നിട്ട് ബാങ്കിൽ അക്കൗണ്ട് നോക്കുമ്പോൾ അവിടെ കിടപ്പുണ്ട്. Truly I tell you, Jesus said to them, no one who had left home or wife or brothers or sisters or parents or children for the sake of the kingdom of God will fail to receive many times as much in his age and the age to come. വീണ്ടും വരാൻ പോകുന്ന നിത്യജീവിതത്തിൽ നിന്ന് അവൻ ഒരിക്കലും ആ നഷ്ടം വരത്തില്ല. ദൈവത്തിന് വേണ്ടി ഇതെല്ലാം വിട്ടു വന്നിട്ടുള്ളവന് അവനെ ഒരു നാളും കൈവിടത്തില്ല. അതാണ് ഇന്നത്തെ ദിവസം പറയുന്നത്. നമ്മൾ കർത്താവിൻ്റെ കൂടെ ഇരിക്കും. നമ്മൾ ആദ്യമായി ഓൾ ദീസ് ഐ ഹാവ് കെപ്റ്റ് സിൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് ഇത് എന്നിട്ടും നമ്മളിതൊന്നും പ്രവർത്തിക്കുന്നില്ല. എന്നിട്ട് പറയും നമ്മളിതെല്ലാം കുഞ്ഞ് ബാലനായി ഇരുന്നപ്പോൾ തന്നെ ഞാൻ ഇതെല്ലാം അനുസരിച്ചുകൊണ്ടിരുന്നു. അതങ്ങ് മാറ്റിവെക്കുക, ഇനി അനുസരിക്കാൻ നോക്കുക. 68 വയസ്സായി തീരുമ്പോഴെങ്കിലും നിങ്ങൾ അനുസരിക്കുക എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന കണക്ക് ആ അവസ്ഥയിൽ ആ സമയത്ത് വരണം എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നുണ്ട്. അല്ലാതെ എക്സ്ക്യൂസും പറഞ്ഞ് നടക്കാനുള്ളതല്ല. അതിൻ്റെ ടൈമെല്ലാം കഴിഞ്ഞു. ഹല്ലേലൂയ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ
നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിൽ പോരാ, നാവിൽ പോരാ, ആയുസ്സിൽ പോരാ. നാവിൽ പോരാ, നാവിൽ പോരാ, ആയുസ്സിൽ പോരാ. പാപിയവരുടെ നേടുവദേശു കാൽവരിയിൽ തന്നെ, പാപിയവരുടെ നേടുവദേശു കാൽവരിയിൽ തന്നെ. ജീവൻ നൽകിയ നോക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ, ജീവൻ നൽകിയ നോക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിൽ പോരാ, നാവിൽ പോരാ, ആയുസ്സിൽ പോരാ. നാവിൽ പോരാ, നാവിൽ പോരാ, ആയുസ്സിൽ പോരാ. കാര്യവാണികൾ നയപ്പെട്ടത് என்பதாலല്ലോ, കാര്യവാണികൾ നയപ്പെട്ടത് என்பதாലല്ലോ. ക്രൂശിൽ സ്നേഹം നോക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ, ക്രൂശിൽ സ്നേഹം നോക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിൽ പോരാ, നാവിൽ പോരാ, ആയുസ്സിൽ പോരാ. നാവിൽ പോരാ, നാവിൽ പോരാ, ആയുസ്സിൽ പോരാ. മുൾമുടിച്ചൂടി തൂങ്ങപ്പെട്ടത് என்பதாണല്ലോ, മുൾമുടിച്ചൂടി തൂങ്ങപ്പെട്ടത് என்பதாണല്ലോ. ഓരോ ദിനവും നോക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ, ഓരോ ദിനവും നോക്കുമ്പോൾ എൻ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിൽ പോരാ, നാവിൽ പോരാ, ആയുസ്സിൽ പോരാ. നാവിൽ പോരാ, നാവിൽ പോരാ, ആയുസ്സിൽ പോരാ. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിശു
മനുഷ്യൻ അനുഭവിച്ച കഷ്ടത കർത്താവ് അത് അനുഭവിച്ചു. നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. അത്ര വലിയൊരു പാപം ചുമക്കണം നമുക്ക് വേണ്ടി മരിച്ചെങ്കിൽ, അത്രയും വലിയൊരു വില കൊടുക്കേണ്ടി വന്നില്ലെങ്കിൽ, അത്ര വലിയ വില കൊടുക്കണമെങ്കിൽ കർത്താവ് അറിയാം അത്ര വേദന സഹിച്ചു. എന്നാൽ മനുഷ്യനെ എനിക്ക് തന്നെ കർത്താവ് ദൈവം അല്ലെങ്കിൽ യേശു ആ വേദന സഹിക്കണമെന്ന് വ്യക്തമായി മനസ്സിലാക്കിയപ്പോൾ പിതാവിനോട് അപേക്ഷിക്കുകയും, ദൈവമേ നിന്റെ ഹിതം പോലെ നടക്കണം, ഈ കഴിയുമെങ്കിൽ മാറ്റി തരണം, പക്ഷേ എനിക്കറിയാൻ മാറ്റി തരാൻ പറ്റത്തില്ല, ഈ പ്രശ്നത്തിൽ നിന്ന് മാറിപ്പോകാൻ പറ്റുന്നില്ല, പക്ഷേ പിതാവേ ഇത് കടക്കാനുള്ള കൃപ അല്ലെങ്കിൽ നിന്റെ ഹിതം പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റും എന്ന് പറയുമ്പോൾ പിതാവായ ദൈവം അല്ലെങ്കിൽ തന്റെ ദൂതനെ അയച്ചു ശക്തിപ്പെട്ടു. ആ പ്രാർത്ഥനയുടെ എത്ര വലിയൊരു പ്രാർത്ഥനയായിരുന്നു 44 വാക്യത്തിൽ പിന്നീട് പ്രാണവേദനയെ, ആ പ്രാർത്ഥനയുടെ എത്ര വലിയ പ്രാർത്ഥനയാണെന്ന് മനസ്സിലാക്കണം. പ്രാണവേദനയെ അതിശ്രദ്ധയോട് പ്രാർത്ഥിച്ചു. വെറും പ്രാർത്ഥനയല്ല കർത്താവ് പ്രാർത്ഥിച്ചത്, വളരെ പ്രാണവേദന എന്ന് വെച്ചാൽ അത് എത്രത്തോളം സ്നേഹിക്കേണ്ടി വരുമ്പോൾ മുൻകൂട്ടി അറിഞ്ഞ കർത്താവ് വളരെ പ്രാണവേദനയായി അതിശക്തിയോടെ കർത്താവിനോട് പിതാവിനോട് പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയുടെ ശക്തി ചോരത്തുള്ളി പോലെ വീഴണമെങ്കിൽ എത്രത്തോളം കഠിനമായിട്ടാണ് കർത്താവ് ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചത് നമുക്ക് മനസ്സിലാകും. ആ പ്രാർത്ഥനയുടെ എത്ര വലിപ്പമാണെന്ന് നമുക്ക് ആ വാക്യത്തിൽ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ കർത്താവ് നമ്മെ പറഞ്ഞ് മനസ്സിലാക്കി പ്രാർത്ഥനയുടെ വലിപ്പം എത്രയാണെന്ന് മനസ്സിലാക്കും. ഇതിന് തൊട്ട് മുന്നേ അല്ലെങ്കിൽ അവിടെ വായിച്ചിരുമ്പോൾ നമ്മൾ വായിച്ച ഭാഗത്തേക്ക് വരുമ്പോൾ 45 വാക്യത്തിൽ ഇങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നു അവർ വിശാലത്തിൽ ഉറങ്ങുന്നത് കണ്ട് അവരോട് ഇത് ഉറങ്ങുന്നത് നിന്ന് പരീക്ഷകൾ പ്രാർത്ഥനമാരെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയും കർത്താവ് അതിന് മുന്നേ പറഞ്ഞിട്ടുമ്പോൾ തന്നെ അവരോട് ഇന്നുവരോട് വ്യക്തമായി പറഞ്ഞു നിങ്ങൾ ഉണർന്നെന്ന് പ്രാർത്ഥിക്കണം. എന്നാൽ അവർ ഉണരാതെ അവർ ഉറങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് കർത്താവ് അതിന്റെ 40-ാം വാക്യത്തിൽ അവർ വ്യക്തമായി പറഞ്ഞു ആണി കൊടുത്തിട്ടപ്പെടുന്നത് നിങ്ങൾ ഉണർന്നെന്ന് പ്രാർത്ഥിക്കണം, വേറെ ഒന്നുമല്ല പരീക്ഷ. കർത്താവ് വ്യക്തമാക്കി കർത്താവ് പ്രാർത്ഥിക്കുന്ന മുന്നേ ഈ 3 വ്യക്തമായി പറഞ്ഞു. അധികം
Thank